പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. പരിശുദ്ധ പിതാക്കന്മാർ ഇന്ന് നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ള വചന സന്ദേശ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് അപരോധം എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങളാണ്. സെബദി മക്കളായിരിക്കുന്ന യാക്കോബും യേശുതമ്പുരാന്റെ അടുക്കൽ വന്ന്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ ഒരുവനെ നിന്റെ വലത്തും ഒരുവനെ ഇടത്തും ഇരുത്തണമെന്ന് അപേക്ഷിക്കുകയും യേശുതമ്പുരാൻ തങ്ങളുടെ അപേക്ഷകൾക്ക് നൽകുന്ന മറുപടിയുമാണ് ഇന്നത്തെ വചനത്തിലൂടെ പിതാക്കന്മാര് ക്രമീകരിച്ചു തന്നിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും സെബദിയുടെ, അതായത് യേശുതമ്പുരാന്റെ വളർത്തുപിതാവായിരിക്കുന്ന നീതിമാനായ യോസഫിന്റെ ആദ്യ ഭാര്യയിലെ മകളായിരിക്കുന്ന സലോമിയുടെ ഭർത്താവായിരിക്കുന്ന സെബദിയുടെ മക്കളാണ് യാക്കോബും യോഹന്നാനും എന്ന് സഭാ ചരിത്രത്തിലൂടെ പിതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവർ മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന സെബദി മക്കൾ വളരെ സമ്പന്നരായിരിക്കുന്ന ആളുകളായിരുന്നു എന്ന് തിരുവചനത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായി വള്ളവും വലയും കൂലിക്കാരും ഒക്കെയും ഉണ്ടായിരുന്ന സമ്പന്നരായിരിക്കുന്ന ആളുകളാണ്. അവർ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് യേശുതമ്പുരാന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് യാക്കോബും യോഹന്നാനും. ഇവരുടെ മാതാവ് സലോമി, അതായത് യോസഫ് പിതാവിന്റെ ആദ്യ ഭാര്യയിലുള്ളതായ മകളെന്ന നിലയിലും ഈ യേശുതമ്പുരാന്റെ കുടുംബത്തോട് ഏറ്റവും ബന്ധപ്പെട്ട ആളെന്ന നിലയിലും അവരുടെ കുടുംബ ബന്ധങ്ങളിലുള്ള അവരുടെ സ്വാധീനവും ഉപയോഗിച്ച് യേശുതമ്പുരാന്റെ മഹത്വത്തിൽ വലിയ അധികാരങ്ങൾ കൈയാളുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ദൈവരാജ്യത്തിൽ ആയിരിക്കുവാനായിട്ട് അവരാഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതായത് 10 അപ്പോസ്തലന്മാരുടെ മുകളിൽ ആയിത്തീരാനുള്ള അവരുടെ ഒരു ആഗ്രഹം. ദൈവരാജ്യത്തിൽ ഒന്നാമനായി തീരുക എന്നത് ചെറിയ ഒരു കാര്യമല്ല, അത് വളരെ മോശപ്പെട്ടതായ ഒരു കാര്യവുമല്ല. എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റുള്ളവരുടെ മുമ്പരായിത്തീരാൻ, മറ്റുള്ളവരോടൊപ്പമായിരിക്കാൻ യേശുതമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ അപ്പോസ്തലന്മാരിൽ ഈ 2 പേർക്ക് 10 പേരേക്കാൾ അധികം വലിയതായ സ്ഥാനങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ യേശുതമ്പുരാനെ സമീപിച്ചപ്പോൾ യേശുതമ്പുരാൻ അവരുടെ മുമ്പിൽ വെക്കുന്ന വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ വാങ്ങിപ്പിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ നാളുകളിൽ പത്രമാധ്യമങ്ങളിലൂടെ വന്ന ഒരു വളരെ ചിന്തനീയമായ ഒരു വാർത്ത വായിക്കുവാനായിട്ടിടയായി. ഒരു ഓട്ട മത്സരത്തിൽ കെനിയയെ പ്രതികരിച്ചുകൊണ്ടിരുന്ന അത്ലറ്റ് ആബേൽ മുത്തയും സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസും ഒരു ഓട്ടക്കളത്തിൽ ഓടുകയും അതിന്റെ പര്യവസാനമായി വന്നു പോയിച്ച വലിയ ഒരു സന്ദേശവും അവിടെ വായിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതെ, ഈ 2 പേരും ഈ ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ഈ ഓട്ടത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നിയമാവലികളും മനസ്സിലാക്കിക്കൊണ്ട് 2 പേരും ഓടുവാനായിട്ട് അതിന്റെ ക്രമീകരണങ്ങളിൽ ആയിരിക്കുന്നു. അതിന്റെ റഫറി വിസിലൊക്കെയും അടിച്ചു. അവര് 2 പേരും ഓടാൻ തുടങ്ങി. ഇവിടെ കെനിയയെ പ്രതികരിച്ചിരുന്ന അത്ലറ്റ് ആബേൽ മുത്തോയ വളരെ വേഗതയുള്ള ഒരു അത്ലറ്റായിരുന്നു. അവൻ വളരെ വേഗത്തിലോടി ഒന്നാമനായിട്ട് എത്തിച്ചേരാനായിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ ആ ഫിനിഷിംഗ് ലൈനിന്റെ സൈനേജ് തിരിച്ചറിയുന്നതിൽ വന്ന ആശയക്കുഴപ്പം മുഖാന്തരമായി അവൻ ഓട്ടം നിർത്തി. അവൻ ഒന്നാമത് എത്തിച്ചേർന്നു എന്നവൻ വിശ്വസിച്ചു. പക്ഷെ പുറകിൽ ഓടി വന്ന സ്പാനിഷ് അത്ലറ്റായിരുന്ന ഇവാൻ ഫെർണാണ്ടസ്
അവന് മനസ്സിലായി മുമ്പേ ഓടിയ കെനിയക്കാരൻ ആബേൽ മുത്തായിക്ക് വന്ന ആശയക്കുഴപ്പമാണ് അവൻ ഓട്ടം നിർത്താനായിട്ട് കാരണം. അവന് വേറെ പരിക്കുകളോ അല്ലെങ്കിൽ യാതൊരു തടസ്സങ്ങളോ ഇല്ല. അവന്റെ ആശയക്കുഴപ്പമാണ് അവനെ ഒന്നാമത് എത്തിക്കാൻ കഴിയാതെ അവനെ ഓട്ടം നിർത്തിയതെന്ന് മനസ്സിലാക്കി പുറകെ ഓടി വന്ന അവൻ വളരെ ആക്രോശത്തോടുകൂടി അവനെ ഓടാനായിട്ട് പ്രേരിപ്പിച്ചു. പക്ഷേ അവൻ പറഞ്ഞത് സ്പാനിഷ് ഭാഷയിലായിരുന്നതിനാൽ ഈ കെനിയക്കാരന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൻ ഓടാൻ തയ്യാറായില്ല. അപ്പോൾ പുറകെ ഓടി വന്ന സ്പാനിഷ് അത്ലറ്റായിരിക്കുന്ന ഇവാൻ ഫെർണാണ്ടസ് ആബേൽ മുത്തായിയെ പുറകിൽ നിന്ന് ഉന്തി തള്ളി അവനെ ഒന്നാമനായിട്ട് എത്തിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന വലിയ ജനാവലി മുഴുവനും എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടുകൂടെ ഈ വലിയ വിജയത്തിൽ അവരുടെ പ്രവൃത്തിയിൽ, അതായത് ഇവാൻ ഫെർണാണ്ടസിന്റെ പ്രവൃത്തിയിൽ വളരെ അവനെ മുക്തകണ്ഠം പ്രശംസിക്കാനിടയായി. പത്രപ്രവർത്തകർ വന്ന് അവനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ഓട്ടം നിർത്തിപ്പോയ ഈ കെനിയക്കാരൻ ആബേൽ മുത്തായി ഒന്നാമനായിട്ട് എത്തിക്കാൻ നീ പുറകിൽ നിന്ന് തള്ളി അവൻ ഒന്നാമനാക്കി തീർക്കാൻ കാരണം? ഒരുപക്ഷെ നിനക്കായിരുന്നില്ലേ ഒന്നാം സ്ഥാനത്ത് എത്താനായിട്ട് കഴിയുക? നീയല്ലേ നന്നായി നിയമം പാലിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഓടിയത് നീയല്ലേ? നിനക്ക് ഒന്നാമനായി ഓടിയെത്താൻ, ഒന്നാം സ്ഥാനം നേടുവാനായിട്ട് കഴിയുമായിരുന്നല്ലോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ഇവാൻ പറഞ്ഞതായൊരു മറുപടി നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്തയായിരുന്നു. അതെ, എന്റെ മുൻപിൽ ഓടിയതായ അത്ലറ്റ് ആബേൽ മുത്തായിയുടെ ആശയക്കുഴപ്പത്തിൽ അവന് നഷ്ടമാകുന്ന വിജയം ഞാൻ നേടിയെടുത്താൽ എനിക്ക് എന്ത് യോഗ്യതയാണ് ആ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാകുക? അങ്ങനെ ചെയ്താൽ എനിക്ക് ലഭിക്കുന്ന ആ ബഹുമതിക്ക് എന്ത് ശ്രേഷ്ഠതയാണ് ഉണ്ടാകുക? മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ ഈ ഓട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? തന്റെ അമ്മയുടെ ജീവിത അനുഭവങ്ങളിൽ അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച, അമ്മയുടെ ജീവിതം സ്വന്തം ജീവിതത്തിൽ ഒപ്പിയെടുത്ത സ്പാനിഷ് അത്ലറ്റായിരിക്കുന്ന ഇവാൻ ഫെർണാണ്ടസിന് തന്റെ മുന്നിലോടുന്നവനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അവന്റെ ഒരു വീഴ്ച അവഗണിച്ചുകൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി മുന്നിലോടിയെത്താൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല എന്നുള്ളതാണ് അവനെ രണ്ടാമനാക്കി തീർക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ ഈ കെനിയ അത്ലറ്റായിരിക്കുന്ന ആബേൽ മുത്തായ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നെങ്കിലും, ഒന്നാം സ്ഥാനത്തിന് അർഹനായി തീർന്നുവെങ്കിലും, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനാവലിയുടെ നടുവിൽ അവരുടെ മനസ്സിൽ ഒന്നാമനായി എത്തിച്ചേർന്നത്, രണ്ടാമനായി എത്തിച്ചേർന്ന ഈ സ്പാനിഷ് അത്ലറ്റായ ഇവാൻ ഫെർണാണ്ടസ് ആണ്. അവന്റെ മഹത്വമാണ് ആ ഓട്ട മത്സരത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നത്. അതെ, ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാക്കിയാൽ, ആനുകാലികമായി നമ്മൾ മനസ്സിലാക്കിയാൽ, അതെ, മുന്നിലോടുന്നവനെയും അല്ലെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുവാൻ, കൂടെ ഓടുന്നവനെ മറന്നോടുവാൻ, അത് കൂടെയുള്ളവനെ പരിഗണിക്കാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് യേശുതമ്പുരാൻ തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്കും തുല്യമായ അവകാശങ്ങൾ നൽകിക്കൊണ്ടാണ് യേശുതമ്പുരാൻ മുന്നോട്ട് പോയത്. അതിൽ പ്രമുഖനായി പത്രോസിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വേദവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും, അത് ഈ അപ്പോസ്തലന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹം, അവരുടെ ബന്ധങ്ങളും അവരുടെ സാമ്പത്തികമായ ഉയർച്ചയും ധനാഢ്യമായ കുടുംബവും അവർക്ക് എല്ലാത്തിനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യേശുതമ്പുരാൻ ഒരു വലിയ വെല്ലുവിളി അവരുടെ മുമ്പിൽ വെക്കുകയാണ്. യേശുതമ്പുരാൻ അവരോട് ചോദിച്ചു, അതെ, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾക്ക് ഏൽക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രവും
ഞാൻ ഏൽക്കുന്ന മാമോദീസയും നിങ്ങൾക്ക് ഏൽക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അവര് യാതൊരു സംശയമില്ലാതെ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. യേശു തമ്പുരാൻ തുടർന്നവരോട് പറഞ്ഞു, അതെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന മാമോദീസായി നിങ്ങളെ ഏൽക്കും. എന്നാൽ എന്റെ ഇടത്തോ വലത്തോ ഇരിക്കാനായിട്ട് അർഹത നൽകുന്നത് എന്റെ കാര്യമല്ല, അത് പിതാവ് ആർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അവർക്കുള്ളതാണ്, അത് പിതാവിന്റെ അധികാരത്തിന്റെ കീഴിലുള്ളതാണ്. ഈ പാനപാത്രം കുടിക്കുകയും അത് യേശു തമ്പുരാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുകയും ചെയ്താൽ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള ഒരു അവകാശം ലഭിക്കുമെന്നാണ് യാക്കോബും യോഹന്നാനും മനസ്സിലാക്കിയത്. യേശു തമ്പുരാൻ പറഞ്ഞ ഈ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണമെന്നില്ല അവരത് ഏറ്റുപറഞ്ഞത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണത്തിലൂടെയും അവർക്കതിന് സാധിച്ചു എന്ന് തന്നെയാണ് തിരുവചനത്തില് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് യേശു തമ്പുരാൻ കുടിച്ചതായ പാനപാത്രം? കഷ്ടതയുടെ കയ്പുനീരായി യേശു തമ്പുരാന്റെ പീഡാസഹനങ്ങളെയെല്ലാം യേശു തമ്പുരാൻ ഒരു പാനപാത്രത്തിൽ വലിച്ചു കുടിക്കുന്നത് പോലെ അവൻ ഏറ്റെടുത്തു എന്നാണ്. ഗത്സമനിയുടെ ആ തോട്ടത്തിൽ അവൻ അത്താഴത്തിന് ശേഷം പ്രാർത്ഥിച്ച് അവന്റെ വിയർപ്പ് കണങ്ങൾ രക്തധമനികളായി രക്തത്തുള്ളികളായി ഒഴുകി അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചതാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അതെ, യെരൂശലേമിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന എല്ലാ കഷ്ടതകളെയും കുരിശുമരണത്തെയും ഒരു പാനപാത്രമായിട്ടാണ് യേശു തമ്പുരാൻ കാണുന്നത്. അത് കുടിക്കുവാനുള്ള അസഹനീയമായ ഒരു പാനപാത്രം എന്ന് പറഞ്ഞാൽ യേശു തമ്പുരാൻ ചോദിച്ചത്, എനിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. യേശു തമ്പുരാന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുവാനും പീഡനങ്ങൾ ഏൽക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നാണ് ഇവിടുത്തെ വെല്ലുവിളി. രണ്ടാമത് ചോദിച്ചത്, എന്റെ മാമോദീസ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. എന്തായിരുന്നു യേശു തമ്പുരാന്റെ മാമോദീസ? പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. അത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ മാമോദീസ ഏറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാണ്. യേശു തമ്പുരാൻ സ്വീകരിച്ചതായ മാമോദീസ എന്ന് പറയുന്നത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നത് യേശു തമ്പുരാന്റെ മരണമാണ്. അപ്പോൾ യേശു തമ്പുരാൻ ചോദിച്ചത്, എനിക്ക് വേണ്ടി മരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ്. അത് ദൈവരാജ്യത്തിൽ 1, 2 സ്ഥാനങ്ങൾ നേടാൻ ആഗ്രഹിച്ച് കടന്നു വന്ന തന്റെ പ്രിയരായിരിക്കുന്ന യാക്കോബിന്റെയും യോഹന്നാന്റെയും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ വെച്ച വലിയ വെല്ലുവിളി, എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനും എനിക്ക് വേണ്ടി മരിക്കുവാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ പിതാവ് ഈ സ്ഥാനത്തിന് വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുക്കുമായിരിക്കും. എങ്കിലും അത് എന്റെ ഇഷ്ടമല്ല. കർത്താവ് ഗത്സമനിൽ പ്രാർത്ഥിച്ചതാണ്, എന്റെ ഇഷ്ടമല്ല, ഞാനല്ല 1, 2 സ്ഥാനങ്ങൾ നൽകുന്നത്, പിതാവ് ആർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു അവർക്കാണ് നൽകുന്നത്. അതെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം ഈ യേശു തമ്പുരാന്റെ പ്രാർത്ഥനയ്ക്ക് അനുരൂപമായിരുന്നു. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഈ പാനപാത്രം കുടിക്കുവാനും അതെ കുരിശിലെ മരണത്തോളം പിതാവിൽ അനുസരണമുള്ളവനായി തീർന്നു ജീവിക്കുവാനും യേശു തമ്പുരാന് സാധിച്ചപ്പോൾ പിതാവായ ദൈവം 3-ാം നാൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാനും കുരിശിന്റെ മരണത്തോളം തന്റെ മകന്റെ ഏകജാതന്റെ ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനും തുടർന്ന് പരിശുദ്ധ സഭയുടെ പ്രവർത്തനങ്ങളിൽ അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെയും സാധിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ ഇതുപോലെ യേശു തമ്പുരാനെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയതുപോലെ
തനിക്ക് ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്യുവാനായിട്ട്, തന്റെ പുത്രൻ ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്യുവാനായിട്ട് നൽകിയതായ ശരീരത്തെ അവൻ ആദരിക്കുകയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശത്തിലായിരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാനും കൂടെയുള്ളവർക്ക് വേണ്ടി മരിക്കുവാനും ഒരാൾ തയ്യാറാവുകയാണ്. അതെ, വലിയ മനുഷ്യർക്ക് ചെറിയവരാകാൻ കഴിയുകയുള്ളൂ. ചെറിയവരാകട്ടെ എപ്പോഴും വലിയവരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചെറുതാകാൻ കഴിയാത്തതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ പത്രമാധ്യമത്തിൽ വായിച്ചു കേട്ട ആ ഒരു കഥ, അതൊരു അനുഭവമാണ്, കഥയല്ല, ഇതൊരു അനുഭവമാണ്. തന്റെ മുൻപിലോടി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരാൻ ആഗ്രഹിച്ച കെനിയാക്കാരൻ ആബേൽ മുത്തായി അവന്റെ ആശയത്തോടൊപ്പം മുഖാന്തരം അവൻ ഓട്ടം നിർത്തിയപ്പോൾ അവന്റെ പിന്നിൽ ഓടി വന്നവന് അവനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവന്റെ വിജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവന്, അതായത് സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസിന് ഒന്നാമത് എത്തിച്ചേരാൻ ആരും അവനെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. പക്ഷേ അവന്റെ മനസാക്ഷി, അവന് ജീവിതം നൽകിയതായ അമ്മയുടെ ജീവിതാനുഭവങ്ങൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവന്റെ അമ്മ ഇതേക്കുറിച്ച്, എന്റെ മഹത്വത്തെ കുറിച്ച് വില കുറച്ച് കാണാൻ ഇടയാകരുതെന്ന് ആഗ്രഹിച്ചിട്ട് അവന്റെ മുന്നിലോടി ഓട്ടം നിർത്തിയവനെ അവൻ പിന്നിൽ നിന്ന് ഉന്തി തള്ളി അവൻ ഒന്നാമതെത്തിച്ചു. അവിടെ ജയിച്ചത് കെനിയക്കാരൻ അത്ലറ്റ് ആബേൽ മുത്തായി അല്ല. അവിടെ ജയിച്ചത്, മനസ്സുകളെ കീഴടക്കിയത് സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസ്. ഇതാണ് ഒരുവന്റെ വളർച്ചയുടെ മഹത്വം എന്ന് പറയുന്നത്. കൂടെയുള്ളവനെ ഒന്നാമനാക്കി തീർക്കാൻ, അത് എന്റെ മുന്നിലോടുന്നവനെയും പിന്നിലോടുന്നവനെയും ഒക്കെ പരിഗണിച്ചിട്ട് ഓടുവാൻ ഒരു വലിയ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൽ ഒന്നാമനായി തീരാനുള്ള ഒരു അനുഭവം. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വളരെ വിനയത്തോടുകൂടെ, അതെ, ദൈവപുത്രനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സ്തുതികളോ ജീവിതത്തിൽ ഏറ്റെടുക്കാതെ വളരെ വിനയത്തോടെ, മറിയാമിനെ പോൽ താഴ്ത്തപ്പെട്ടവരാരുമില്ലെന്നാണ് പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അത് അത്രയേറെ വലിയ സ്വർഗീയമായ സൗഭാഗ്യങ്ങൾക്ക് അർഹയായി തീർന്നിട്ട് പോലും അവൾ വളരെ വിനയത്തോടുകൂടെ തനിക്ക് ലഭിച്ചതായ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്റെ കൂടെയുള്ളവരുടെ വേദനകളും കുറവുകളും പരിഹരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ മരണ അന്ത്യത്തോളം തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും തോൽപ്പിച്ചു കളയാതെ എല്ലാവരെയും ഒന്നാമരാക്കി തീർക്കാൻ ക്രിസ്തുവിനോളം സഹിച്ച ഒരമ്മ, ആ അമ്മയെ കാണിച്ചു തരാൻ ആണ്, അമ്മയുടെ ജീവിതം കാണിച്ചു തരാനാണ്, ആരാണ് ദൈവരാജ്യത്തിൽ ഒന്നാമനായി തീരുക എന്ന് കാണിച്ചു തരാനാണ് പരിശുദ്ധ സഭ ഈ സന്ദേശം നമുക്ക് തരുന്നത്. അതുകൊണ്ട് വലിയ മനുഷ്യർക്ക് മാത്രമേ ചെറിയവരാകാൻ കഴിയുള്ളൂ. എന്നാൽ ചെറിയവരാകട്ടെ എപ്പോഴും വലിയവരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചെറുതാകാൻ കഴിയുന്നതാണ് നമ്മുടെ വലിപ്പം. യേശുദമ്പരാൻ തന്റെ ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം അത് നമുക്ക് യേശുദമ്പരാൻ ചൂണ്ടിക്കാണിച്ചു തന്നു. അതെ, ആ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഈ അപ്പോസ്തലന്മാരൊക്കെ കർത്താവിന് വേണ്ടി പീഡകൾ സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ ദൈവരാജ്യത്തിൽ വലിയ ശ്രേഷ്ഠരായി തീർന്നു. ഈ സന്ദേശം കേൾക്കുന്ന, ഇന്നത്തെ സഭയുടെ ഈ സന്ദേശം കേൾക്കുന്ന നമുക്കും ദൈവരാജ്യത്തിൽ വലിയവരായി തീരാൻ കഴിയണമെങ്കിൽ, അതെ, യേശു തമ്പുരാൻ പറഞ്ഞു, മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു വലിയ ചിന്തയിലേക്ക് ഇന്നത്തെ ചിന്തകളെല്ലാം ഏറ്റെടുക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.